നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 170ാമത്തെ എപ്പിസോഡാണ്. ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ സ്ത്രീകൾക്ക് എങ്ങനെ ഈ പുരുഷന്മാരുടെ ഈ വശീകരണ ശക്തികളുടെ അല്ലെങ്കിൽ വശീകരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് എൻ്റെ അഭിപ്രായമല്ല, പരിശുദ്ധ ഖുർആന്, പരിശുദ്ധ ബൈബിള്, പരിശുദ്ധ ഭഗവത്ഗീത, അത് കഴിഞ്ഞിട്ട് മനഃശാസ്ത്രം, അത് കഴിഞ്ഞിട്ട് ഹസ്തരേഖാശാസ്ത്രം, ലക്ഷണശാസ്ത്രം, ഇവയിലെല്ലാം കൂടെ എന്താണ് പറയുന്നത് എന്നുള്ളത് ചേർത്തിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഇതുവരെയുള്ള അറിവിന് എൻ്റെ എല്ലാ അറിവുകളും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഒരു സഹോദരൻ, ഒരച്ഛൻ, ഒരപ്പൂപ്പൻ എന്ന നിലയിൽ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി വച്ചിരിക്കുന്ന പുരുഷന്മാരുടെ വശീകരണത്തിൻ്റെ എല്ലാ തലങ്ങളും സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾക്കാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചാൽ എനിക്ക് അതിനും വേണ്ടി ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഇത് നമ്മൾ അറിയാവുന്ന കാര്യം നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഞാനൊരു പുരുഷനായതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്നത് സ്ത്രീകൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഇതിന് ടൈറ്റിൽ ഇങ്ങനെ, ഹൗ ടു എസ്കേപ്പ് ഫ്രം ദ ട്രാപ്സ് ഓഫ് ബാഡ് മെൻ. അതാണ് എൻ്റെ ടൈറ്റിൽ. നമ്മൾ പറയാം, ഹൗ ടു എസ്കേപ്പ് ഫ്രം ദ ട്രാപ്സ് ഓഫ് ബാഡ് മെൻ എന്നാണ് ടൈറ്റിൽ. ഇനി പരിശുദ്ധ ബൈബിൾ ഇതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ 3 തരം കാര്യങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി ദൈവത്തിനോട് തന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. അതായത് കർത്താവെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോട് നമ്മൾ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതായത് ഇങ്ങനെയുള്ള ആളുകളുടെ ആളുകളെപ്പറ്റി അവരുടെ നമുക്ക് ആരെയാണ് സംശയമുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ തെറ്റായിട്ട് നമ്മളോട് പെരുമാറുന്ന ആരാന്ന് വെച്ചാൽ അവരുടെ പേരുകൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി കർത്താവിനോട് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോട് പറയണം. അതൊരു കാര്യം. രണ്ടാമതായിട്ട് ദൈവത്തിനോട് ഈ കാര്യത്തിൽ ഇടപെടാൻ അപേക്ഷിക്കണം. പ്രാർത്ഥനയിൽ തന്നെ അതും പറയണം, കർത്താവേ ഈ കാര്യത്തിൽ അങ്ങ് ഇടപെടണമെന്ന് നമ്മൾ പറയണം. അത് രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കണമെന്നും നമ്മൾ ആവശ്യപ്പെടണം. ദൈവത്തിന് കറക്റ്റായിട്ടുള്ള നീതി ചെയ്യുന്ന ആളാണല്ലോ ദൈവം. അങ്ങനെ ദൈവത്തിനോട് നീതി നടപ്പാക്കാനും നമ്മൾ ആവശ്യപ്പെടണം. ഇനി എങ്ങനെ അവരോട് പെരുമാറണമെന്നും ബൈബിളിൽ പറയുന്നുണ്ട്. അതായത് ഇതിൽ പ്രധാനമായിട്ടുള്ളത് നല്ലവരല്ലാത്ത പുരുഷന്മാർ എപ്പോഴും കള്ളം പറയുന്നവരായിരിക്കുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് അവരെ വിശ്വസിക്കരുത്. മാത്രമല്ല, അങ്ങനെയുള്ളവരെ സ്ത്രീകൾ വിശ്വസിച്ചാൽ തീർച്ചയായും അവർ നിങ്ങളെ ചൂഷണം ചെയ്യാനും നിങ്ങളുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്താനും ശ്രമിക്കും. അതിൽ അവർ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും അവരിൽ നിന്നൊരു കുറച്ച് ദൂരം പാലിക്കണം. അതായത് അവരോട് അങ്ങനെ അടുത്ത് പെരുമാറാൻ പാടില്ല. വീണ്ടും ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ അവരെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ പ്രധാനമായത് അവർ ഒരിക്കലും അവരുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല. അങ്ങനെയുള്ളവരാണ് ഈ സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ പുരുഷന്മാരിൽ തന്നെ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ്. എപ്പോഴും അവർ കള്ളമേ പറയത്തുള്ളൂ, ഒരിക്കലും ഒരു സത്യം പറയത്തില്ല. അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം അംഗീകരിക്കത്തില്ല. അവരെന്ത് ചെയ്താലും അവരല്ലെന്നേ പറയത്തുള്ളൂ. അവരൊരിക്കലും അവരുടെ തെറ്റ് സമ്മതിക്കുകയോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ചെയ്തില്ല. മാത്രമല്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോൾ നമ്മളൊരു കുറ്റം അവരുടെ കാണിച്ചു കൊടുത്താൽ അവരത് നമ്മുടെ കുറ്റമായിട്ട് അവർ വ്യാഖ്യാനിക്കുകയും ചെയ്യും. ഇനി മനഃശാസ്ത്രം പറയുന്നത്, ഇടയ്ക്കേറി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, മനഃശാസ്ത്രം പറയുന്നത് എല്ലാ ചീത്ത പുരുഷന്മാരിലും കാണുന്നൊരു പ്രത്യേക സ്വഭാവം, അതായത് പൊതുവായിട്ട് കാണുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അവർക്ക് കള്ളം പറയാനുള്ള താല്പര്യമുണ്ടെന്നാണ്. സ്ഥിരമായിട്ട് അവരുടെ പൊതുവായിട്ട് കാണുന്നൊരു സ്വഭാവമാണ് എല്ലാ ചീത്ത സ്വഭാവമുള്ള പുരുഷന്മാരിലും എപ്പോഴും കള്ളം പറയാനുള്ള ഒരു ടെൻഡൻസി കാണുമെന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവർ നല്ലവരായിട്ട് അഭിനയിക്കുകയും ചെയ്യും. അതൊക്കെ എനിക്ക് പലരും സംശയമുണ്ട്. അത് നമ്മുടെ അടുത്ത് പെരുമാറുന്ന ആളുകളും പലരും നല്ലവരായിട്ട് അഭിനയിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരുടെ ശരിക്കുള്ള സ്വഭാവം നമുക്കറിയാമല്ലോ. അവരെന്തെങ്കിലും ചാരിറ്റിക്ക് പണം നൽകുന്നെങ്കിൽ, എന്തെങ്കിലും അനാഥാലയത്തിന് അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചാരിറ്റിക്ക് കൊടുക്കുന്നവരാണെങ്കിൽ അത് എല്ലാവരോടും വിളിച്ച് പറയും. അവരുടെ പുറപ്പുറത്ത് കയറിയെന്ന് കൂവെന്ന പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അവരുടെ വീട്ടിൻ്റെ പുറപ്പുറത്ത്, അതായത് വീടിൻ്റെ മേളിൽ കയറുന്നതുകൊണ്ട് എല്ലാവരെയും വിളിച്ച് പറയും, ഞാനിങ്ങനെ ഇത്ര രൂപ ഇന്നാർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ പറയാനേ പാടില്ലെന്ന് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആർക്ക്
ചാരിറ്റിക്ക് പണം കൊടുത്താലും നമ്മളത് പറയുകയോ ചെയ്യരുത്. അതൊരു കാര്യം. പിന്നെ അവർക്കൊരിക്കലും സ്നേഹത്തിൻ്റെ വില അറിയാത്തവരാണ് ഈ തരം ആളുകൾക്ക്. ഒരിക്കലും സ്നേഹത്തിൻ്റെ വില അറിഞ്ഞൂടാ അവർക്ക്. അവരെപ്പോഴും പിന്നെ നമ്മളെ ചൂഷണം ചെയ്യാനുള്ള സ്വഭാവം എപ്പോഴും ആഗ്രഹമുള്ളവർക്ക്. അത് ഒരിക്കലും അവർ മാറുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ഒരിക്കലും മാറത്തുമില്ല. പിന്നെ മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കാൻ അവർ ഭയങ്കര മിടുക്കുക. കാരണം നമ്മുടെ ഒരു കുറ്റം ഉണ്ട്, അത് നമ്മൾ കുറ്റമാണോ ഇല്ലയോ എന്നുള്ള അറിവ് പോലും ചെയ്ത് അവർ മാക്സിമം നമുക്ക് എതിരായിട്ട് അത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അത് ഒരു പുറത്ത് പറയുകയും ചെയ്യും. അതിനാൽ അങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുക എന്ന് മാത്രമുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അവരകറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെയ്യുക. ഇനി പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് മനുഷ്യരുടെ പാപത്തിൻ്റെ ശിക്ഷ വിധിക്കുന്നത് ന്യായവിധിയുടെ ദിവസം ആണെന്നാണ്. അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ഡേ ഉണ്ട്. ആ ദിവസമാണ് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് എല്ലാവരുടെയും അവർ പിന്നെ എവിടെ നമ്മുടെ മരണശേഷം പിന്നെ അല്ലാഹു ഈ ന്യായവിധിയുടെ ദിവസം, ആ ദിവസമാണ് നമ്മുടെ ശിക്ഷ വിധിക്കുന്നത്. ഇനിയും ഖുർആനിൽ പറയുന്നുണ്ട് വലിയ തെറ്റുകൾ ചെയ്യാത്തവരിൽ നിന്നുള്ള ചെറിയ തെറ്റുകൾ അല്ലാഹു ക്ഷമിക്കുമെന്നാണ്. വലിയ തെറ്റൊന്നും ചെയ്യാത്തവർ ചെറിയ ചെറിയ തെറ്റുകൾ നിന്നവരെ തെറ്റുകളൊക്കെ അല്ലാഹു ക്ഷമിക്കുമെന്നും പറയുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട വലിയ തെറ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കൊലപാതകം, അനാഥരുടെ സ്വത്തുകൾ കൈവശപ്പെടുത്തുക, പണം കൊടുത്ത് പലിശ വാങ്ങിക്കുക, മാതാപിതാക്കളെ നോക്കാതിരിക്കുക, പിന്നെ സക്കാത്ത് നടത്താതിരിക്കുക, പിന്നെ 5 നേരം നിസ്കരിക്കാതിരിക്കുക, റംസാൻ നോമ്പുകൾ, അതായത് സ്ത്രീകളെയും വയസ്സായവരെയും, സ്ത്രീകളെന്ന് വെച്ചാൽ ഈ പിന്നെ പ്രായമായ സ്ത്രീകളെയും രോഗികളെയും കുട്ടികളെയും യാത്ര ചെയ്യുന്നവരെയൊക്കെ ഈ റംസാൻ നോമ്പെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ചെയ്യണമെന്നാണ് അല്ലാഹുവും പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തികമായ നല്ല നിലയുള്ളവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കണം. അത് അനുഷ്ഠിച്ചില്ലെങ്കിൽ അവരെയും പിന്നെ ശിക്ഷിക്കും എന്നാണ്. അതായത് ഉണ്ടവർക്ക് സാമ്പത്തികം ഉണ്ടായിട്ട് പോലും അത് ചെയ്തില്ലെങ്കിൽ അവരെ ശിക്ഷിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലഹരികൾ ഉപയോഗിക്കുന്നവർ, ചൂത് കളിക്കുന്നവർ, പിന്നെ ആത്മഹത്യ ചെയ്യുന്നവർ തുടങ്ങിയവരെയും അല്ലാഹു ശിക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും അല്ലാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കും. അത് ഒരു ന്യായമായ കാര്യമാണല്ലോ. ഇനി പരിശുദ്ധ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അദ്ദേഹം ശത്രുക്കളെ സ്നേഹിക്കുകയും ക്ഷമയോടെ പെരുമാറുകയും ചെയ്യുമെന്നാണ്. മാത്രമല്ല ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന ഒരാളുടെ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന നിരാശ, ദേഷ്യവും കൊണ്ടാണ് അവരിങ്ങനെ ചീത്ത സ്വഭാവമായിട്ട് വരുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ കാമമാണ്. കാമം, എല്ലാത്തിനോടുള്ള ആഗ്രഹം, അതാണ് ഈ പിന്നെ ചീത്ത സ്വഭാവം വരാനുള്ള കാരണമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. പിന്നീട് ഇതിന് പരിഹാരം പറയുന്നത് ദൈവത്തിന് കീഴടങ്ങുക, അല്ലെങ്കിൽ ദൈവത്തിന് പറ്റിയുള്ള അറിവും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ പ്രധാനമായതുകൊണ്ട് നമ്മൾ ദൈവത്തിനോട് സറണ്ടർ ചെയ്യുക എന്ന് വെച്ചാൽ ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരം. പിന്നെ അർജുനനോട് പറയുന്നുണ്ട്, നീ എന്നെ എപ്പോഴും ഓർക്കുക, നിനക്ക് എന്നെ ലയിക്കാൻ സാധിക്കും. അങ്ങനെ എപ്പോഴും ദൈവത്തിനെ പറ്റി ഓർക്കുന്നവർക്ക് ദൈവം എൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും, അവർക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കും, അവരുടെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുമെന്നാണ് പരിശുദ്ധ പിന്നെ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും ദൈവത്തിനെ ഓർക്കുന്നവരെ ദൈവം കൈവിടത്തില്ലെന്നും ഭഗവാൻ തീർത്ത് പറയുന്നുണ്ട്. ഇനി ചില എളുപ്പമാർഗ്ഗങ്ങൾ ഞാൻ പറയാം. അത് എൻ്റെ ഒരു ഈ ഹസ്തരേഖാശാസ്ത്രം, ലക്ഷണശാസ്ത്രം, ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അതായത് ലക്ഷണശാസ്ത്രത്തെ അനുസരിച്ച് ഒരു പുരുഷൻ്റെ തോളുകൾ, അതായത് ഈ പിന്നെ നമ്മുടെ ഇതിൻ്റെ ഷോൾഡർ, 2 ഷോൾഡറും തുല്യമല്ലെങ്കിൽ, അതായത് ചിലർ കണ്ടിട്ടില്ല, ഒരു ഷോൾഡർ വലുതും ഒരു ഷോൾഡർ ചെറുതുമായിരിക്കും. അങ്ങനെയുള്ളവർ അവരെ സൂക്ഷിക്കണം. അവർ ഈ പറഞ്ഞ പോലുള്ള സ്വഭാവ ദൂഷ്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ചീത്ത സ്വഭാവമുള്ള പുരുഷന്മാരായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഹസ്തരേഖാശാസ്ത്രം പറയുന്നുണ്ട്, അത് പിന്നെ വളരെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതായത് അവരുടെ കൈപ്പത്തികൾ അവരൊരിക്കലും വെളിയിൽ കാണിക്കത്തില്ല. വലിയ ഫാഷനൊക്കെ കാണിച്ച് ഇപ്പോഴും പാൻറ്റിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ വെളിയിലോട്ട് കാണിക്കാത്ത രീതിയിൽ അത് അവർ കൈകാര്യം ചെയ്യും. അതാണ് പിന്നെ ഹസ്തരേഖാശാസ്ത്രം പറയുന്നത്. അങ്ങനെയുള്ളൊരു കള്ളന്മാരും അതെങ്കിൽ ചീത്ത സ്വഭാവമുള്ളവരും ആയിരിക്കുമെന്ന് ഹസ്തരേഖാശാസ്ത്രത്തിൽ ഇന്ത്യൻ പാമിസ്ട്രി മാത്രമല്ല വെസ്റ്റേൺ പാമിസ്ട്രിയിലും അത് തന്നെ പറയുന്നുണ്ട്. ഇത്തരമുള്ളതിനെപ്പറ്റി പറയാൻ നന്ദി, നമസ്കാരം.